ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേയൂരയ തേജോവാരി മൃതാം മേധാവിനിമയോ എത്രത്തി സർഗോ മുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. 7-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. തം നിസ്സരന്തം സലിലാതനുദ്ദോ ഹിരണ്യകേശോ ദിരതം യഥാ ജഷ. വലിയൊരു മകര മത്സ്യത്തിനെ പോലെ വലിയ ദംഷ്ടകളോട് കൂടിയവനും ഇടിശബ്ദത്തിലുള്ള സ്വരത്തെ പുറപ്പെടുവിക്കുന്നതിനുമായ അസുരൻ ഹിരണ്യകേശ. ചെമ്പിച്ച തലമുടി പോലെയുള്ളത് എന്നർത്ഥത്തിൽ വരാം. ഹിരണ്യം സ്വർണം, അതുപോലെയുള്ള തലമുടിയോട് കൂടിയ ഭഗവാനെ അധിക്ഷേപിക്കുന്ന ആ ഭഗവാനോട്, അസുരനോട് ഇപ്രകാരം പറഞ്ഞു. സഗാമുദത്ത സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാം അതതസ്വസത്വം അഭിഷ്ടുതോ വിശ്വസിച്ച പ്രസൂനേരാപൂര്യമാണോ യുവതേ പശ്യതോരേ. ചില വൃത്തത്തിൽ ഒരക്ഷരമൊക്കെ അധികം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നും. എന്തൊക്കെയോ ചില കണക്കുകളും മാത്രകളും കൊണ്ട് അത് ശരിയാവാം. ചില വൃത്തത്തിൻ്റെ അക്ഷരങ്ങളും നമുക്ക് പറയാൻ പറ്റാതെ, വൃത്തേതാന്നെ പറയാൻ പറ്റാത്ത വൃത്തങ്ങളുണ്ട് ഭാഗവതത്തിൽ. പശ്യതോരേ ഉണ്ട്. അവിടെ എന്തൊക്കെയോ ഒരു അധികമുള്ള പോലെയൊക്കെ നമുക്ക് മുഴുവൻ പറയുകയെ ഋഷിപ്രോക്തമായിട്ടുള്ളത് അവർ പറഞ്ഞത് എന്തോ അതാണ് ശരി എന്നാണ്. സ ആ ഭഗവാൻ സലിലസ്യ വെള്ളത്തിൻ്റെ ഗോചരേ ഉദസ്താത് ഉപരിഭാഗത്തിൽ, ഗോചരേ ഉദസ്താത് വെള്ളത്തിൻ്റെ ഉപരിഭാഗത്തിൽ എന്നർത്ഥം. ഗാം വിന്യസ്യ സൈന്യത്തെ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അവിടേക്ക് അയക്കുക എന്നാണല്ലോ. വിന്യാസം എന്നൊക്കെ പറയുമ്പോൾ ഈ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഒരുക്കി നിർത്തുക എന്ന് വരും. ചിലപ്പോൾ വെച്ചിട്ട്, സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ അവിടെ ഭൂമിയെ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്ന് പറയണം. ഭൂമിയെ വെച്ചു, നീ അവിടെ ഇരുന്നോ, പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ ഇവിടെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഒന്നങ്ങനെ ഒരു ഭാഗത്ത് ഭൂമിയെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വെച്ചു. കുഴപ്പമില്ലാത്ത തരത്തിൽ അവിടെ വെച്ചു, സമാധാനിപ്പിക്കൂ. അതഥാത് സ്വസത്വം തൻ്റെ ശക്തിയെ ധരിപ്പിച്ചു. ഒരു ചുക്കും ഈ അസുരൻ തന്നെ ചെയ്യില്ല, ഞാൻ പടല്ലേ എന്ന് തൻ്റെ ശക്തിയെ ധരിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചു. വിശ്വസ്തജാം വിശ്വസൃജാം. വിശ്വസൃജ ബ്രഹ്മാവ്, സൃജ സൃഷ്ടിക്കുന്ന ആൾ, സ്രഷ്ടാവ്. ബ്രഹ്മാവിനാൽ അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടു. ബ്രഹ്മാവൊക്കെ അപ്പോഴേക്കും ഭഗവാനെ സ്തുതിച്ചു. നേരത്തെ തന്നെ വരാഹാവതാരം കഴിഞ്ഞപ്പോൾ സ്തുതി ഉണ്ടായില്ലോ, യജ്ഞ സ്വരൂപമായിട്ടുള്ള സ്തുതി. ഇവിടെ വേറെയും കുറേ സ്തുതി ഉണ്ടായി. അതഥ വിശ്വസൃജ ബ്രഹ്മാവിനാൽ അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടു. അരേ ശത്രുപശ്യത ശത്രു നോക്കി നിൽക്കേ. അരേ പശ്യത ശത്രു കണ്ടുകൊണ്ട് നിൽക്കേ. വിഭുദേഹി ദേവന്മാരാൽ. പ്രസൂനൈ പുഷ്പവൃഷ്ടി പുഷ്പങ്ങളാൽ ആപൂര്യമാണ് നിറയ്ക്കപ്പെട്ടു. ബ്രഹ്മാവ് ഭഗവാനെ തുതിക്കുകയും ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. ഭഗവാൻ ഭൂമിയെ ഉപരിതലത്തിൽ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കുഴപ്പം കൂടാതെ വെച്ചു. സഗാമുദത്ത സലിലസ്യ ഗോചരേ. ഗോചരേ എന്നൊക്കെ പറയുമ്പോൾ ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത്. വിന്യസ്യ തസ്യാം ഭൂമിയെ അവിടെ വെച്ചിട്ട്. അതഥാ സ്വസത്വം അഭിഷ്ടുത വിശ്വസൃജ പ്രസൂനേരാപൂര്യമാണോ വിഭുതേ പശ്യതോ അരേ. അരി ശത്രു കണ്ടും കൊണ്ട് നിൽക്കേ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാന് വിജയാശംസകൾ നേർന്നിട്ട് ബ്രഹ്മാവ് തുതിച്ചു. ദേവന്മാർ
പുഷ്പവൃഷ്ടിയും ചെയ്തു. പരാനുഷക്തം തപനീയോപകൽപ്പം മഹാഗതം കാഞ്ചനചിത്രദംശം മർമാണ്യഭീഷ്ണം പൃഥുദന്തം ദുരുക്തേ പ്രചണ്ഡമന്യുപ്രകതം തംബഭാഷേ. പരാനുഷക്തം പിന്നാലെ വരുന്നവൻ എന്നർത്ഥം, ഫോളോ ചെയ്ത് വരുന്നതിന് പരാനുഷക്തം. തപനീയേ കൽപ്പം, തപനീയ കൽപ്പം, സ്വർണമയമായ ഭൂഷണത്തോടു കൂടിയവനും വിചിത്ര കവചം, വിചിത്രമായിട്ടുള്ള കവചം ധരിച്ചവനും കാഞ്ചന ചിത്രം ദംശം, സ്വർണം കൊണ്ടുള്ള കവചം ധരിച്ചവനും, ഒക്കെ സ്വർണ്ണമാണ് കവചമൊക്കെ. ദുരുക്തൈ ചീത്ത വാക്കുകൾ പറയുന്നവനും, മർമാണി അഭീഷ്ണ പ്രതുദന്തം മർമ്മത്തെ പിളർക്കുക എന്നുള്ള അങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കുന്നവയും, പ്രതിദന്തം കഠിനമായിട്ട് വേദനിപ്പിക്കുക. അവനോട് ഭഗവാൻ വളരെയേറെ ദേഷ്യപ്പെട്ടു. പ്രചണ്ഡ മന്യു, മന്യു പറഞ്ഞ ദേഷ്യം, വളരെയേറെ ദേഷ്യപ്പെട്ട് പ്രഹസൻ പരിഹസിക്കുന്നവനായി പറഞ്ഞു, എന്നെ നീ വിചാരിക്കണ പോലെ എനിക്കത്ര പേടിയൊന്നുമില്ല. നീ ഇപ്പം എന്തേ കരുതിയേ? ഈ വക കാര്യങ്ങളും വേഷങ്ങളൊക്കെ കണ്ടാൽ ഞാൻ പേടിക്കുന്ന വിചാരിച്ചത്. അത് അങ്ങനെയാണെങ്കിൽ നിനക്ക് തെറ്റി. ഒരു വസ്തുവും എനിക്ക് ഭയമില്ല എന്ന രീതിയിൽ പ്രകർഷേണ ഹസിക്കുന്നവനായിട്ട് വന്നിരിക്കണു. എതിർക്കാൻ, എന്നോട് എതിർക്കാനല്ലേ ഇപ്പോൾ വന്നിരിക്കണം എന്ന ഭാവേന ഒട്ടും പ്രശ്നമില്ലാത്ത വിധത്തിൽ ഭഗവാൻ പരിഹസിച്ചു. എന്നിട്ട് പറയണം, ശ്രീ ഭഗവാൻ ഉവാച, കാട്ടുപന്നി കള്ളപ്പന്നി എന്നാണ് ശരിക്കും മലയാളത്തിലൊരു നാടൻ തമ്മിത്തലിനെ കള്ളപ്പന്നി എന്ന് വിളിച്ചാൽ എന്താ ഉണ്ടാവുക? അവിടെ ആസാദിത സൂകരാകൃതേ, അതിൻ്റെ അർത്ഥാട്ടോ ഞാൻ പറഞ്ഞത്. ഭാഗത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പച്ച മലയാളത്തിലേക്ക് ആക്കിയെന്ന് മാത്രം. ആസാദിത എടുക്കപ്പെട്ട ശരിയല്ലാത്ത സത്യമല്ലാത്ത അസൂകരാകൃതി പന്നി വേഷം കെട്ടിയവനെ എന്ന് പറഞ്ഞാൽ കള്ളപ്പന്നി എന്നല്ലേ അർത്ഥം വരിക. അതൊരു തമാശയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ, നല്ലൊരു ഭാഷയായിട്ട് അങ്ങനെ വിചാരിക്കരുത്. ഒക്കെ അതിൻ്റെ അർത്ഥം എങ്ങനെയാണല്ലോ വരിക എന്ന് ഭഗവാനെ വിളിച്ചു ആര്? ഹിരണ്യാക്ഷൻ. അപ്പം അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണ്ടേ? ശ്രീ ഭഗവാനും ആ ജൈന മലയാളത്തിലാക്കി അതിനേക്കാളും വരാവും. നോക്കൂ, സത്യം വയം ഭോവനഗോചരാമൃഗ. എടതുഷ്ട, ഞാൻ ഇപ്പം തൽക്കാലം കാട്ടുമൃഗം തന്നെയാണ്, എനിക്കതിൽ പോരായ്മയൊന്നും തോന്നുന്നില്ല. പക്ഷേ എന്തിനറിയോ ഈ കാട്ടുമൃഗം എടുത്തത്? യുഷ്മത് വിധാൻ മൃഗയെ ഗ്രാമസിംഹാൻ. കാട്ടുപന്നി കള്ളപ്പന്നി വിളിച്ചു പോകാൻ അങ്ങോട്ട് എന്താ വിളിച്ചത്? എടാ നായേ എന്ന് തന്നെയാണ് വിളിച്ചത്. ഗ്രാമസിംഹാൻ ശ്വാക്കൾ. എന്നെ നീ പന്നീന്ന് വിളിച്ചാൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളത് എന്താ പറയുക? നായേന്നാണ്. വിളിച്ചുകൂടെ? യുഷ്മത് വിധാൻ മൃഗയെ ഗ്രാമസിംഹാൻ. എന്നെ പോലെയുള്ള നായ്ക്കൾ നേരിടാൻ, നായ്ക്കളെ നേരിടാൻ പന്നി വേഷം തന്നെയാണ് നല്ലത്. ഈ നായയും പന്നിയും കൂടി എതിരിട്ടാൽ നായ തോൽക്കും അല്ലേ? പന്നിയെ ജയിക്കുക, ശക്തനാണ് പന്നി. അതുകൊണ്ട് നായ സാധാരണ നിലയ്ക്ക് പന്നിയെ കണ്ടാൽ പേടിച്ച് നിലവിളിക്കുക ചെയ്യുക. ശക്തമായിട്ടുള്ള കുരയില്ല, ആ കുര കേട്ടാൽ അറിയാം പേടിച്ചിട്ടാണ് നായ്ക്കൾ കുരയ്ക്കണത്. പന്നിയൊക്കെ അധികം പോകുന്നുണ്ടെങ്കിൽ പേടിയാണ് നായയ്ക്ക്. അതുകൊണ്ട് എന്നെ പോലെയുള്ള ശ്വാക്കളെ പേടിപ്പിക്കാൻ നല്ലത് എന്താ അറിയോ? ഈ കാട്ടുമൃഗമായിട്ടുള്ള പന്നിയുടെ വേഷം തന്നെ. ന മൃത്യുപാശേ പ്രതിമുക്തസ്യ വീര വികത്തനം തവ ഗൃണ്ണന്തി അഭദ്ര. അമംഗളസ്വരൂപ. ഈ ഇപ്പം എന്നെ കള്ളപ്പന്നി ഒക്കെ വിളിച്ചു. ഐശ്വര്യമില്ലാത്ത മൃഗം നോക്കാം. നീ അതിലും വലിയ അമംഗളസ്വരൂപനാ. ലോകത്തിൽ മുഴുവൻ അമംഗളം വിതച്ചവനാണ് നീ. ഞാൻ ലോകത്തിൽ നിന്ന് അമംഗളം വിതച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എല്ലാവർക്കും ഞാൻ കാരണം മംഗളവും സുഖം ഉണ്ടായിട്ടുള്ളൂ. നീയോ? എല്ലാവർക്കും അശുഭവും നാശവും ദ്രോഹവും കൊടുത്തവനാണ്. അതുകൊണ്ട് ഇവിടെ എന്തൊരു അഭദ്ര, ആ മംഗളസ്വരൂപി. കണ്ടാൽ തന്നെ ഗുണം പിടിക്കില്ല, അപശകുനം. അങ്ങനത്തവനെ വിളിക്കുകയാണ്. ന മൃത്യുപാശേ പ്രതിമുക്തസ്യ വീര. എന്നെ എന്തില്ല? മൃത്യുപാശേ, യമൻ്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സത്യത്തിൽ നീയെ. അങ്ങനത്തെ നിന്നെ ആ ആത്മപ്രശംസ, വികഥനം, നീ ഇപ്പോൾ വലിയ ആളാന്നൊക്കെ നീ പറഞ്ഞത്. വീര ന ഗിണ്ണന്തി, അറിവുള്ളവർ ഇതൊന്നും
വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ സമ്മതിക്കുകയോ ഇല്ല. ഇപ്പം ആരാന്നാണ് എൻ്റെ വിചാരം എന്ന് ചോദിക്കണ പോലെ ചുരുക്കം. സത്യം വയം ഭോവനഗോചരാ മൃഗാവിഷ്മദ്ഭിതാൻ മൃഗേ ഗ്രാമസിംഹാൻ. എന്നെപ്പോലുള്ള ശ്വാക്കളെ നേരിടാൻ നല്ലത് എന്താ അറിയോ, ഈ മാതിരിയുള്ള പന്നി വേഷം തന്നെ. നമുക്ക് പറ്റിയ വേഷമാണ് ഞാൻ എടുത്തത്, വേറൊന്നുകൊണ്ടുമല്ല. ന മൃത്യുപാശേ പ്രതിമുക്തസ്യ വീര. മൃത്യുവിൻ്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, മൃത്യുപാശേ പ്രതിമുക്തസ്യ, മൃത്യുപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ വാക്കുകളെ, വികഥനം, ജൽപ്പനങ്ങൾ, ഒരർത്ഥമില്ലാത്ത വർത്തമാനങ്ങൾ, ന ഗൃഹന്തി. ആ ന ഇവിടെ ചേർക്കണം, ന മൃത്യുഭാഷ എന്നല്ല, മരണഭാഷത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കണു നീ. നാന്ന് അവിടെ ചേരില്ല കേട്ടോ. നാന്ന് ചിലപ്പോൾ ഒരു ദിക്കിൽ ചേരേണ്ട പോക്കോ ഓരോരുത്തിലൊക്കെ വയ്ക്കുക ശ്ലോകത്തിലെ. മൃത്യുപാശേ പ്രതിമുക്തസ്യ തവ വികത്തനം വീര ന ഗൃഹന്തി. മൃത്യുഭാഷത്താൽ ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള നിൻ്റെ ജൽപ്പനങ്ങൾ വീര ന ഗൃഹന്തി. വീരന്മാർ സ്വീകരിക്കില്ല, അവർ തള്ളിക്കളയും, പുല്ലുപോലെ തള്ളിക്കളയും എന്നർത്ഥം. മൃത്യുപാശൈ പ്രതിമുക്തസ്യ തവ വികത്തനം. നിൻ്റെ ജൽപ്പനങ്ങൾ വീര ന ഗൃഹന്തി. അങ്ങനെ എടുക്കണ്ട. വീരന്മാരൊരിക്കലും വിശ്വസിക്കുകയോ സമ്മതിക്കുകയോ സ്വീകരിക്കുകയോ ഇല്ല. ഗൃഹന്തി എന്നുള്ളതിന് ഏതർത്ഥം വേണമെങ്കിലും പറയാം. ഏതേ വയം ന്യാസകര രസൗകസാംഗത ക്രിയോ ഗതയ ദ്രാവിതാസ്തേ തിഷ്ഠാമഹേതാപി കഥം ചിതാജോസ്തേയം കൊയാമോ ബലിനോത്പാദ്യവൈരം. ഹിരണ്യാക്ഷവധം സപ്താഹത്തിലൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ടൊക്കെ പറഞ്ഞു പോകേണ്ടത്, അത്ര തന്നെ എടുക്കില്ല ചിലപ്പോൾ സമയമില്ലെങ്കിൽ. 6 ഗംഭീര അധ്യായങ്ങളാണ്. 6 ഗംഭീര അധ്യായങ്ങളാണ്. 14, 15, 16, 17, 18, 19 വലിയ അധ്യായങ്ങളുമാണ്. പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ അത്രയൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് രാവിലെ ആളുകൾ വരാത്തതുകൊണ്ടാണ് വായിച്ചു വിടും. ഇന്നൊരു വേഗം ഒരു 10-12 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ വിട്ടാൽ അടുത്ത ഭാഗത്തേക്ക് കിടക്കാമല്ലോ, അല്ലെങ്കിൽ പോർഷൻ കഴിയില്ല. സപ്താഹത്തിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഭാഗവതത്തിൻ്റെ വ്യാപ്തി എന്ന് അറിയണമെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ പറയണം. പക്ഷെ ഇതൊന്നും സപ്താഹത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട് നിശ്ചയം തന്നെ ഇല്ല, കണക്കാക്കണം അല്ലേ. അത്രയും ദിവസമായിട്ട് ഹിരണ്യാക്ഷവധം പറഞ്ഞു. അത് 15 മിനിറ്റിലാവും ചിലപ്പോൾ പറയലുണ്ടാവുക സപ്താഹത്തിൽ. വായിക്കൽ കൂടാണ്ട് കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഭാഗം ഭാഗവതത്തിലുണ്ട്. ഒരുപാട് ഭാഗമുണ്ട് അങ്ങനെ. ചിലപ്പോൾ പറയാൻ തന്നെ പറ്റില്ല, പറഞ്ഞാണ് തുടങ്ങിയാൽ എവിടെ നിർത്തേണ്ട ദിശ ഉണ്ടാവില്ല. അങ്ങനെ രാമായണമുണ്ട്. സപ്താഹത്തിൽ രാമായണത്തിന് എത്രയും സമയം? ആ 2 അധ്യായം വായിക്കണ സമയം. ഒരു അധ്യായം എത്ര അധ്യായം വായിക്കണ സമയം എടുക്കണോ അത്രയും പറയേണ്ടത് എന്നാണ് സാധാരണ. 15 മിനിറ്റ് 12 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും. അതിൽ പറയണം രാമായണം. പറ്റുമോ? ഒരു മാസം കൊണ്ട് 9 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം കഴിയാത്ത രാമായണം നമ്മളെങ്ങനെ പറയും? പറയാതിരിക്കുക നല്ലത്. കാരണം കാല് വെച്ചാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും വേഗം പറയാതിരിക്കുക, റൗണ്ടപ്പ് ചെയ്യാൻ ചില ഭാഗങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ പെട്ടതാണ്. ഹിരണ്യാക്ഷവധമൊന്നും വിസ്തരിക്കാൻ സപ്താഹത്തിൽ പറ്റില്ല. കാരണം ശ്ലോകങ്ങൾ നല്ല ശ്ലോകങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ അതൊന്നും മനസ്സിലാക്കാണ്ട്. കൊണ്ട് തിഷ്ഠാ മഹേതാപി കഥൻ ഏതേവയന്യാസകര രസോകസാം ഗതക്രിയോ ഗതയാദ്രാഭിതാസ്തേ തിഷ്ഠാ മഹേ അഥാപി. അഥാപിയാണ് ഹേതാപി ആയത്. കഥഞ്ചിതാജോസ്തേയം ക്വചായാമോ ബലിനോത്പാദ്യവൈരം. ഉത്പത്യവൈരം എന്ന് ചിലർ വായിക്കും. പാദ്യവൈരം രസോകസാം പാതാളവാസികളുടെ. അതായത് രസാതലാണ് കേട്ടോ. രസാതലവും പാതാളവും ഒന്നല്ല, 2 ലോകമാണ്. 7 ലോകമാണ് അഥോ ലോകങ്ങൾ. ന്യാസഹര നിക്ഷേപത്തെ ഹരിക്കുന്നവനായ. അവരുടെയൊക്കെ തട്ടിപ്പറിക്കുന്ന ആൾ. നീ ഒരു തട്ടിപ്പുകാരനാണ്. അന്നത്തെ ഉടായിപ്പുകാരൻ, തട്ടിപ്പുകാരൻ എന്നത്തെ ഭാഷയിലൊക്കെ പറയാച്ചാൽ. അപ്പോൾ അവിടെയൊക്കെ വസിക്കുന്നവരുടെ ഒക്കെ സ്വന്താക്കിയിട്ട് ദ്രോഹിച്ചിട്ട് സ്വന്താക്കിയവനായ നീയെ ഏതേ വയം ഈ ഞങ്ങൾ ഗതക്രിയ ലജ്ജാവിഹീനന്മാരും തേ ഗതയ നിൻ്റെ ഗതയാൽ ഓടിക്കപ്പെട്ടവരാണ് ആണെങ്കിലും കഥഞ്ചിത് പ്രയാസപ്പെട്ടും
ആജൗ യുദ്ധത്തിൽ തിഷ്ഠാമഹി നിൽക്കുന്നു. നീയൊക്കെ തട്ടിപ്പറിച്ച് ഞങ്ങളെയൊക്കെ ഗത കൊണ്ട് ഉപദ്രവിച്ചു, എന്നാലും ഞങ്ങൾ തോൽവി സമ്മതിച്ച് ഓടില്ല. പ്രയാസപ്പെട്ടും യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നു. തിഷ്ഠാമഹേ സ്ഥേയം ഇരിക്കണമല്ലോ, അങ്ങനെ ഇരിക്കണമല്ലോ. ബലിന ബലവാനോട് വൈരത്തെ ഉണ്ടാക്കിയിട്ട് എവിടെ പോകും? ബലവാനായ നിന്നോട് മത്സരം ഉണ്ടാക്കി തീർത്ത ശേഷം ഇനി ഞങ്ങൾക്ക് എവിടെയാണ് പോകാൻ പറ്റുക? എവിടെയും ഞങ്ങൾ പോവില്ല. എവിടെ പോയാലും അവിടെയൊക്കെ നിൻ്റെ ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എന്താ തീരുമാനിച്ചിരിക്കണത്? നേരിട്ട് നിൻ്റെ കഥ കഴിക്കാൻ തന്നെയാണ്. യുദ്ധത്തിന് ഒരുങ്ങി തന്നെ വന്നിരിക്കുകയാണ് എന്നർത്ഥം. മനസ്സിലാക്കിക്കോ. പേടിച്ചോടാൻ ഞങ്ങൾ തയ്യാറല്ല. ഏതേ വയം ന്യാസകരാരസൗകസാം, പാതാളത്തിലുള്ളവരുടെയൊക്കെ ന്യാസകര നിക്ഷേപത്തെ ഹരിക്കുന്നവരായ ഈ വയം ഞങ്ങൾ. പാതാളത്തിലുള്ളവർ സാധാരണ ആരാണോ? അസുരന്മാരാണ്. അപ്പം ദേവന്മാരുടെ പ്രവൃത്തി അസുരന്മാരെ നശിപ്പിക്കുക ശത്രുക്കളാണ്. അത് അധർമ്മമുണ്ട്. അസുരന്മാരുടെ ഭാഗത്ത് അധർമ്മം ഉള്ളതിനാൽ ഏത് അസുരനാ അധർമ്മമില്ലാത്ത? മിക്കവാറും ഒക്കെ അങ്ങനെയും ഉണ്ട് കേട്ടോ. മഹാബലി, പ്രഹ്ലാദൻ, ബാണൻ ഇവരൊക്കെ കുറച്ച് ഭക്തന്മാരായിരുന്നു, അസുരന്മാരായെങ്കിലും ഭൂരിപക്ഷം അസുരന്മാരും ആ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് പാതാളത്തിലുള്ള അസുരന്മാരുടെ ശക്തിയെ ഹരിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടതായിരിക്കുന്ന ഞങ്ങൾ നിൻ്റെ ഗതയാൽ ഇപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഓടിക്കപ്പെട്ടവരായിരിക്കുന്നു. എങ്കിലും പിന്മാറാൻ ഭാവല്യ. തിഷ്ഠാമഹേ അഥാപി കഥഞ്ചിതാജോസ്തേയം കൊയാമോ. എവിടെ പോവാനാ? അതാണ് കൊയാമോ. ബലിനോത്പത്യ വൈരം, നെയ്യുമായിട്ടുള്ള ശത്രുത ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എവിടെ പോയിട്ടായാലും കാര്യമുണ്ടോ? അവിടെയൊക്കെ നീ നിൻ്റെ ഉപദ്രവം വിതയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചോടാൻ തീരുമാനിച്ചിട്ടില്ല. പാതാളത്തിലുള്ളവരുടെ ശക്തിയെ ഇല്ലാതാക്കിയിട്ടേ ഞങ്ങൾ ഒതുങ്ങൂ. അസുരശക്തിയെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് ഒതുക്കിയിട്ട് ഞങ്ങൾ ഒതുങ്ങൂ. അതാണ് ന്യാസഹരാരസൗകസാം, പാതാളത്തിലുള്ള രസൗകസാം പാതാളവാസികൾ. ത്വം പത്രധാനാം കില യൂതപാതിപോകടസ്തനോ സ്വസ്ഥയ ആശ്വനൂകാസംതാപ്യജാത്മാൻ പ്രമൃതാശ്വസ്വകാനാം യം സ്വാം പ്രതിജ്ഞാം നാതിപിപർത്യസദ്ഭ്യ. ശരിക്കും അറിയണമെന്നുണ്ടല്ലോ, ഏത് ഭാഗം എടുത്താലും ഈ ശ്ലോകം ചൊല്ലി ഇങ്ങനെ പറയാൻ സുഖം. ഭാഗവതം പോലെ വേറൊന്നുമില്ല. എന്താ വെച്ചാൽ ഓരോ ഭാഗമൊക്കെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകാണ്ടാവും പല സ്ഥലത്തും. ഇതിൽ അങ്ങനൊരു ഭാഗം കാണാൻ പറ്റില്ല. പറയുക ചൊക്ക പറയാനുള്ളതാണ്. അങ്ങനത്തെ കനത്ത ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് പ്രദത്വം നീ പത്രധാനാം പദാദികളുടെ യൂഥപാധിപ സംഘപാലകന്മാരുടെ അധിപനാണല്ലോ. പദാദികൾ ഓരോരോ സംഘത്തിൻ്റെ അധിപൻ. യൂഥപാധിപ, നീ വലിയ നേതാവല്ലേ എന്ന് ചുരുക്കം. അനൂഹ ശങ്കാരഹിതനായിട്ട്, ആശു വേഗത്തിൽ, ന ഞങ്ങളുടെ അസ്വസ്ഥയെ പരിഭവത്തിനായിക്കൊണ്ട് പ്രയത്നിച്ചാലും. നീ വലിയ കേമനാണല്ലോ, വലിയ നേതാവൊക്കെ അല്ലേ നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളെ വേണ്ട പോലെ നേരിടുക ചുരുക്കം. അസ്മാൻ സംസ്ഥാപ്യ ഞങ്ങളെ സാധിക്കുമെങ്കിൽ ഹനിച്ചിട്ട്. നിനക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ കൊല്ലാം എന്നുള്ള തോന്നലുണ്ടോ? എന്നാൽ അതിന് പുറപ്പെടാൻ നോക്കട്ടെ. സ്വകാനാം സ്വജനങ്ങളുടെ അശ്രു കണ്ണീരിനെ തുടച്ചു കളയുക. അശ്രു പ്രമൃജ. എൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ നീണ്ട വിചാരിച്ചിട്ടാണല്ലോ ഇരിക്കണം. അങ്ങനെ നിൻ്റെ ആൾക്കാരുടെ ദുഃഖത്തെ തീർക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നോക്കിക്കോ. തും പത്രധാനാം കില യൂതപാതിപോ. നേതാവേ, കള്ളന്മാരുടെ നേതാവേ, കടസ്തനോ സ്വത്തയ അശ്വനൂഹ. അശ്വനൂഹ ശങ്കാരഹിതനായിട്ട്, ഒരു ശങ്കയും കൂടാതെ
ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം. അസ്വസ്ഥരാകുക പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുക. ഞങ്ങളെ സ്വസ്ഥയ എന്ന് പറഞ്ഞാൽ ശാന്തി ഉണ്ടാക്കുക. അസ്വസ്ഥയ വിപരീതം. നോ അസ്വസ്ഥയുടെ മാർക്കുണ്ട്. അപ്പോൾ നോ അസ്വസ്ഥയ എന്ന് മാർക്കണം. ഞങ്ങളുടെ അസ്വസ്ഥത നിനക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനും ഉപദ്രവം ഉണ്ടാക്കാനും ഞങ്ങളുടെ ഉറക്കം കെടുത്താനും നിനക്ക് പറ്റുമോ? തോന്നുന്നുണ്ടോ നിനക്ക്? പറ്റുമെങ്കിൽ ചെയ്തോ എന്നർത്ഥം. സാധാരണ പറയണ പോലെ തന്നെ ഞങ്ങളുടെ ഉറക്കം കെടുത്താനേ നിങ്ങൾ നോക്കണ്ട പറയാറില്ലേ? അതിനെ ഒന്ന് സംസ്കൃതത്തിലാക്കി ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഉറക്കം കെടുത്താനൊന്നും നിങ്ങളായിട്ടില്ല. അത്ര പ്രശ്നമൊന്നും ഞങ്ങൾക്ക് നിങ്ങൾ കാരണമില്ല എന്ന് ചുരുക്കം. ബേക്കിങ് നോക്കിക്കോളൂ. റെഡി, വി ആർ റെഡി, അക്സെപ്റ്റ് ദി ചാലഞ്ച്. സംസ്ഥാപ്യചാത്മാൻ പ്രമൃജാശ്രുസ്വഗാനാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഗുണം ചെയ്യുക, നിങ്ങൾ കേവന്മാരാവുക. അല്ലെ ഇപ്പോൾ വിചാരം നമുക്ക് നോക്കാം. യസ്വാം പ്രതിജ്ഞാം നാതിപിപർത്യ അസഭ്യ ഏ ദുഷ്ട. നന്നായിട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വം പ്രതിജ്ഞാം, ചെയ്തതായിട്ടുള്ള പ്രതിജ്ഞയെ പൂർത്തി വരുത്താൻ നിനക്ക് പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ എന്തിനാ കൊള്ളുക? അസഭ്യ, സഭായോഗ്യനല്ല. അസഭ്യം പറയുക എന്ന് പറയും നമ്മൾ. സഭയ്ക്ക് യോജിക്കാത്ത പ്രവൃത്തി എന്നാണ് വാക്ക് അസഭ്യം പറയുക. സഭ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് സഭയിൽ പറയാൻ പറ്റാത്ത വാക്ക് ഇല്ലേ? ഇവിടെ അസഭ്യൻ വിശേഷണമാണ്. പറയണ കാര്യമുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കാൻ കെൽപ്പുള്ളവനാവില്ല. യസ്വാം പ്രതിജ്ഞാനാതിപിപർത്യ അസഭ്യ. വീരവാദം മുഴക്കി ഞങ്ങളെ നേരിടുന്നൊക്കെ. പറഞ്ഞത് ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് അതിനൊക്കെ പറയണം, എന്നാലേ അതിൻ്റെ സ്പിരിറ്റ് വരുള്ളൂ അല്ലേ? ആ പറഞ്ഞതേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇത് കാണിക്കുക. മഹാന്മാരധികം പറയലല്ല ചെയ്യുക, പ്രവർത്തിക്കുക ചെയ്യുക. അതുകൊണ്ട് സംസ്ഥാപ്യചാത്മാന്തമജാസുസ്വഗാനം, സ്വന്തക്കാരുടെ കണ്ണുനീര് തുടച്ച് അവർക്ക് സ്വസ്ഥത ഉണ്ടാക്കുകയും ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും. നോ അസ്വസ്ഥയ. വേയിക്കിച്ചാൽ ഒരു കൈ നോക്കൂ, വർത്തമാനമല്ല വേണ്ടത് എന്ന് ഭഗവാൻ തിരിച്ചും വെല്ലുവിളിച്ചു നല്ല മറുപടി കൊടുത്തു എന്നർത്ഥം. മൈത്രേയ ഉവാച സോദിക്ഷിത്തോ ഭഗവതാ പ്രലബ്ധച്ചരുഷാഭൃശം ആജഹാരുൽബണം ക്രോധം ക്രീഡ്യമാനോ കിരാടിവ. ഭഗവതാ, ഭഗവാനാൽ, അധിക്ഷേപിക്കപ്പെട്ടിട്ടും വൃഷം ഋഷ, അതികോപത്തോടുകൂടി, വൃഷം വെരി വെരി എന്നുള്ള അർത്ഥം, ഋഷ ദേഷ്യത്തോടുകൂടി, വൃഷൻ ഋഷ പ്രലബ്ധ ച പരിഹസിക്കപ്പെട്ടിരുന്ന സ അവൻ ഹിരണ്യാക്ഷൻ ക്രീഡ്യമാന കളിപ്പിക്കപ്പെടുന്ന അഹിരാട്ടിവ സർപ്പാധിപൻ എന്ന പോലെ ഉൽബണം കഠിനമായ കോപത്തെ ആജഹാര സ്വീകരിച്ചു. കളിപ്പിക്കുന്ന സർപ്പാധിപനെ പോലെ കോപിച്ചു. പാമ്പിനെ കളിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ. കുട്ടികളായാലും അതെ, പാമ്പാട്ടികളായാലും അതെ, ക്രോധം ഉണ്ടാവും അതിന്. വളരെ ദേഷ്യം വരുത്തില്ല അതിനെ കളിപ്പിച്ചാൽ. പിടിച്ചങ്ങോട്ടും കൂടെ ആക്കുക, ഓരോന്നും ചെയ്യുക. അത്രയധികം പാമ്പ് ചീറ്റണ പോലെ ചീറ്റീന് ചുരുക്കം. സ്വദീക്ഷിത്തോ ഭഗവത പ്രലബ്ധച്ചരുഷാഭൃശം, വൃഷം പ്രലബ്ധ വളരെയേറെ പ്രലോഭിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉൽബണം ക്രോധമാജഹാര, കഠിനമായ ക്രോധത്തെ അവലംബിച്ചു. ആജഹാര, ക്രോധം കൈക്കൊണ്ടു. ഏതുപോലെ? ക്രീഡ്യമാനോ അഹിരാടി, പാമ്പ്, അഹിരാട് പാമ്പിൻ്റെ ശ്രേഷ്ഠൻ ജവംബാല എന്നോ എന്താ പറയുന്നത്, അതുപോലെ. അതിൽ കേമന്മാരുണ്ടല്ലോ, കിങ് കോബ്ര. കേമന്മാരായിട്ടുള്ള സർപ്പ രാജന്മാർ അല്ലെങ്കിൽ അതിലത്തെ കേമന്മാർ ദേഷ്യപ്പെട്ട് ചീറ്റുന്നത് പോലെ ചീറ്റി. സൃജന്നമക്ഷിതശ്വാസാൻമന്യു പ്രചലിതേന്ദ്രിയ ആസാദ്യതരസാദേത്യോ ഗതയാപ്യാഹനധരീ. മന്യു പ്രചലിതേന്ദ്രിയ, മന്യു ദേഷ്യം വന്ന് ഇളക്കി മറിഞ്ഞ ഇന്ദ്രിയങ്ങൾ, ശോഭിച്ചതായിട്ടുള്ള ഇന്ദ്രിയങ്ങളോടുകൂടിയവനും. ദേഷ്യം കൊണ്ട് വന്നാൽ നമുക്ക് നമ്മുടെ തന്നെ കൺട്രോൾ പോകും ചിലപ്പോൾ അല്ലേ? ഇംഗ്ലീഷ് പറയാച്ചാലേ, നീ നിയന്ത്രണം കൊണ്ട് വിട്ടു, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കെന്ന് നിശ്ചയില്ല, എന്തൊക്കെ കാണിച്ചു എന്ന് നിശ്ചയില്ല, ആ ഒരു അവസ്ഥ വരും. ദേഷ്യം വല്ലാണ്ട് വന്നാൽ വരയ്ക്കാൻ തുടങ്ങും അല്ലേ?
ക്രീട്യമാനോ അഹിരാടിവ, അതുപോലെ ക്രോധിച്ചിട്ട് എന്ത് ചെയ്തു? അമർഷിത ശ്വാസാൻ, ശ്വാസം അങ്ങനെ എടുക്കാൻ തുടങ്ങി, നിശ്വാസം എടുക്കുക. മഞ്ഞു പ്രചലിതേന്ദ്രിയ, ദേഷ്യം കൊണ്ട് ഇളക്കപ്പെട്ട ഇന്ദ്രിയത്തോടു കൂടി. ആസാദ്യ തരസാദേത്യോ ദൈത്യ തരസാസാദ്യ, വേഗത്തിൽ അടുത്തേക്കിണ്ട് വന്നു ഭഗവാന്റെ, ശങ്ക കൂടാതെ. ആസാദ്യ ഗതയാ ഹരിം അഭ്യാഹനത്, ഗത കൊണ്ട് ഹരിയെ അട്ടിച്ചു. അഭ്യാഹനത്, അടിച്ചു. ശ്വാസ മഞ്ഞു പ്രചരിതേന്ദ്രിയ സൃജൻ അമക്ഷിത ശ്വാസാൻ തരസാ അസാധ്യ, ദേഷ്യത്തെ കൈക്കൊണ്ട് എന്ത് ചെയ്തു? ഗതയാ ഹരിം അഭ്യഹനത്, ഗത കൊണ്ട് ഹരിയെ അട്ടിച്ചു. ഭഗവാൻ തു ഗതാവേഗം വിസൃഷ്ടം നിപുണോരസി അവഞ്ചയത്തിരച്ചീനോ യോഗാരൂഢ ഇവാന്തക. ഭഗവാൻ തു, ഭഗവാനാകട്ടെ, അടി ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ വെറുതെരിക്കാൻ പറ്റുമോ? അസലായിട്ട് ഇങ്ങോട്ട് ബോൾ എറിഞ്ഞാൽ ബാറ്റ് കൊണ്ട് തടുക്കണം, ആണല്ലോ കളി. അതേപോലെ എന്ന് പറയാം. ആ ഭഗവാൻ രിപുണ, ശത്രുവിനാൽ, ഉരസി വിസൃഷ്ട, മാറിൽ കിട്ടിയ അടിയോട് കൂടിയിട്ട് ലക്ഷ്യമാക്കിയിട്ട് പ്രയോഗിച്ച ഗത. അങ്ങനെയുള്ളപ്പോൾ ഗതാവേഗം, ഗതയുടെ ശക്തിയോട് കൂടിയിട്ടുള്ള വരവിനെ, ഗത അങ്ങോട്ട് എറിയണ പോലെയൊക്കെയാണ്. അടിക്കുക, കൈയിട്ടെന്ന് വിടണം എന്നില്ല, വിട്ടുകൂടാന്നുമില്ല, രണ്ടും പതിവുണ്ട് യുദ്ധത്തിൽ. ഗത കൊണ്ട് എറിയലും ഉണ്ട്, ഗത കൊണ്ട് അടിക്കലും ഉണ്ട്. ഏതാണെന്നിപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വരുന്ന ഗതയെ ഭഗവാൻ എന്ത് ചെയ്തു? അന്തകം ഇവ തിരശ്ചീനം അവഞ്ചത്, തട്ടുത്തു. ഒരന്തകൻ എങ്ങനെയാണ് പെരുമാറുന്നത് പോലെ അത്രയും ക്രോധത്തോടു കൂടി. അന്തകോപമം അവിടെ ദേഷ്യത്തിനാണ്. കാലനെ പോലെ ഹൊറിസോണ്ടലായിട്ട് എതിരിട്ടു. തിരശ്ചീനം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് അതിനെ അങ്ങോട്ട് തന്നെ തിരിച്ചയച്ചു, തട്ടുത്തയച്ചു. കിട്ടിയില്ല, ഗതയ്ക്കൊന്നും ഭഗവാനെ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ വരുന്ന ഗതയെ തിരിച്ച് മറിച്ച് അങ്ങോട്ടെങ്കിയോ ഗതി തിരിച്ചു വിട്ടു. പുനർഗതാം സ്വാമാദായ ഭ്രാമയന്തമഭീഷ്ണശ അപ്യതാപത്തരി ക്രുദ്ധ സംരംഭാം ദഷ്ടതക്ഷത. എൻ്റെ ഈ ഗതയില്ലേ നീ കണ്ടിട്ടുള്ളൂ, എന്നാ കണ്ടോ, എൻ്റെ കയ്യിലൊരു ഗതയുണ്ട്, കൗമോദകി എന്നാണ് ഭഗവാന്റെ ഗതയുടെ പേര്. ശരിക്കുള്ള ഗത എന്താണെന്ന് നീ കാണാൻ പോണേ ഉള്ളൂ. വലിപ്പം ചിലപ്പോൾ നിൻ്റെ ഗതയ്ക്കാ കൂടാ, പക്ഷേ എൻ്റെ ഗതയുടെ കഴിവ് ശക്തിയും നീ പറയും. സ്വാം ഗതാമാതായ, കൗമോദകി കയ്യിലെടുത്തിട്ട് തൻ്റെ ഗതയിൻ്റെ എടുത്തു. ഗതയുണ്ടാ പേടിപ്പിക്കണല്ലേ, കാണിച്ചു തരാം. ആ ഭീഷ്മശ, പല പ്രാവശ്യം ഭ്രാമയന്തം, അതിങ്ങനെ ചുറ്റുന്നവനായിട്ട് എന്തു ചെയ്തു? നേരിട്ട് വരുന്ന അസുരൻ്റെ നേർക്ക് എന്നാണ് ഭ്രാമയന്തം. ഗത ചുറ്റുന്നവനായിട്ട്, ചുഴറ്റുന്നവനായിട്ട്. സംരംഭാത്, സംരംഭം ദേഷ്യം, മഞ്ഞു, സംരംഭം ഒക്കെ ദേഷ്യത്തിൻ്റെ പര്യായങ്ങളാണ്. സംരംഭ ദട്ടതച്ഛത, ദട്ടതച്ഛത എന്ന് പറഞ്ഞാൽ ചുണ്ട് കട്ടിച്ചിട്ട്, ദേഷ്യപ്പെട്ട് ഭഗവാൻ തൻ്റെ ചുണ്ടാണ്ട് കട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ഹരി ക്രുദ്ധ, ക്രോധിച്ചുകൊണ്ട് അഭ്യദാനം ചെയ്തു. ഗത കയ്യിലെടുത്ത് പല വിധത്തിൽ വളരെ പ്രാവശ്യം വട്ടത്തിൽ ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന അസുരൻ്റെ നേർക്ക് ഭഗവാൻ ക്രോധത്താൽ തൻ്റെ ചുണ്ട് കടിച്ച് പാഞ്ഞിങ്ങടെത്തി. കൗമോദകി കയ്യിലെടുത്തു. ഹരി ക്രുദ്ധ അഭ്യതാവത്. എങ്ങനെ അഭ്യതാവത്? ദട്ടതച്ഛത, പല്ലും ചുണ്ടക്കണ്ട് കടിച്ച് ദേഷ്യം കൊണ്ട് ഗത കൊണ്ട് ഹരി അഭ്യതാവത്. ആ ഹരി അടുത്തേക്കിണ്ട് വന്നു ഗത കൊണ്ട്. തതച്ച ഗതയാരാതിം ദക്ഷിണത്യാം ധ്രുവി പ്രഭു ആജഗ്നേ തദാം സൗമ്യ ഗതയാ കോപിതോഹനൽ. തതച്ച അനന്തരം പ്രഭു ഭഗവാൻ അരാധീം ശത്രുവിനെ ദക്ഷിണസ്യാം ഭുവി വലത്തെ പുരികത്തിൽ ഗത കൊണ്ട് ആജഗ്നേ അടിച്ചു. നെറ്റി നോക്കിയിട്ട് മർമ്മം നോക്കി അടിക്കുക എന്ന് പറയുമല്ലോ. ദക്ഷിണസ്യാം ഭ്രുവി, ഇടത്തെ പുരികം മർമ്മാണെന്നാണ്. അവിടെ നോക്കി കൊടുത്തു. തതച്ച ഗതയാരാധീം, തതച്ച ഗതയ ആരാധീം ദക്ഷിണത്യാം ഭ്രുവിം പ്രഭു ആജഗ്നേ. ദക്ഷിണം
ആ ഗത കൊണ്ട് പുരികത്തിൽ അടിച്ചു ആ ചെക്കനെ. വലത്തെ പുരികത്തിലട്ടോ, ഇടത്തെ പുരികല്ല, വലത്തെ പുരികം. ദക്ഷിണകരം എന്ന് പറഞ്ഞാൽ വലത്താണ്. ദക്ഷിണം വലത്ത്. ദക്ഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിവുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാപ്തിയുള്ള കൈ എന്ന് പറഞ്ഞാൽ എന്താ? വലത്തെ കൈ. ഇടത്തെ കൈ ഒന്ന് കുറവാവുമല്ലോ എല്ലാവർക്കും. വലത്തെ കൈ വലം കൈ എന്നാണ് പറയുക. ഇടം കൈ ലേശം കുറവ്. അപ്പോൾ ദക്ഷിണസ്യ ബ്രുവി, വലത്തെ വാമഭാഗമാണ് ഇടത്ത് വരിക. ദക്ഷിണസ്യാം വലത്തെ പുരികത്തിൽ ഒരു അടി കൊടുത്തു ഗത കൊണ്ട്. അത് മർമ്മാണ്, വലത്തെ പുരികം ഹനത്ത്. അങ്ങനെ ആ യുദ്ധം തുടർന്ന് വർണ്ണിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.